വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ഒരു സന്ദർശനം വളരെ പ്രധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം വെനസ്വേലയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നമുക്കാണ് അവരെ കൊണ്ട് കൂടുതൽ ആവശ്യമുള്ളത്. നമുക്കറിയാവുന്ന പോലെ റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലം, അതിന് പിന്നാലെ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അത് ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിനെ സംഘർഷ മേഖലയായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് സ്വാഭാവികമായി കൂടുതൽ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് എണ്ണ കച്ചവടം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ആഗോളതലത്തിൽ തന്നെ എണ്ണയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് എണ്ണ വ്യാപാരം നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. താരതമ്യേന ക്വാളിറ്റി കുറച്ച് കുറവുള്ള ക്രൂഡ് ഓയിലാണ് വെനസ്വേലൻ ക്രൂഡ് ഓയിൽ. ഇത് വേർതിരിച്ചെടുക്കുന്നത് കുറച്ച് കഠിനമേറിയ പ്രോസസ്സാണ്. ആ ടെക്നോളജി എല്ലാ രാജ്യങ്ങളുടെയും കൈവശമില്ല. വെനസ്വേലൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാനുള്ള ശേഷി വളരെയധികം ഉള്ളത് ഇന്ത്യക്കാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ ഈ എണ്ണ വാങ്ങിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിയും. പണ്ടും നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വെനസ്വേലൻ ഭരണകൂടം അമേരിക്കയ്ക്ക് എതിരായതുകൊണ്ട് അമേരിക്ക അവരുടെ മേൽ ഉപരോധങ്ങൾ ചുമത്തിയിരുന്നു. അത് കാരണം നമുക്ക് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായി. നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വെനസ്വേലയുടെ മുൻ പ്രസിഡന്റിനെ അമേരിക്ക അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുടെ ജയിലിലാണ്. നിലവിലെ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു അനുയായി എന്ന് പറയാവുന്ന ആൾ തന്നെയാണ് ഇപ്പോഴത്തെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്നത്. സോ അവരാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ജൂൺ 3 മുതൽ 7 വരെയുള്ള 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് അവരെത്തിയിരിക്കുകയാണ്. അപൂർവമായിട്ടാണ് വെനസ്വേലയുടെ പ്രസിഡന്റുമാര് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് 2005 അന്നത്തെ വെനസ്വേലൻ പ്രസിഡന്റ് ആയിരുന്ന ഹ്യൂഗോ ചാവേസ് അദ്ദേഹം ഇന്ത്യ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയായിരുന്ന അന്ന് നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു, അദ്ദേഹത്തെ ഒക്കെ കാണുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു വെനസ്വേലൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നതായിട്ട് ഓർക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യയുടെയും വെനസ്വേലയുടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സന്ദർശനം തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഊർജ്ജ സുരക്ഷ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വ്യാപാരം വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ സന്ദർശനം ഗുണകരമാണ്. ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന 3ാമത്തെ രാജ്യമായിട്ട് വെനസ്വേല മാറിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ടുമൊക്കെ അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കുറഞ്ഞ ചെലവില് മികച്ച ജനറിക് മരുന്നുകൾ വെനസ്വേലയിലെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ലഭ്യമാക്കാൻ ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് സാധിക്കുമെന്ന പ്രത്യാശ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവർ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വെനസ്വേലൻ സംഘത്തിന് താല്പര്യവുമുണ്ട്. എണ്ണയ്ക്ക് പുറമെ ഖനനം, ഗതാഗതം, കാർഷിക ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനും ധാരണയായിട്ടുണ്ട്. വിദേശകാര്യം, ധനകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വകുപ്പുകളിലെ പ്രമുഖ മന്ത്രിമാരടങ്ങുന്ന ഒരു വലിയ ഉന്നതതല സംഘവുമായിട്ടാണ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നത്. അവർ ഇന്ത്യയിലെ പ്രമുഖ ഊർജ, ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോമൊബൈൽ നിർമ്മാണശാലകൾ സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിലും ഈ സന്ദർശനം വളരെ നിർണായകമാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെനസ്വേലയുമായിട്ടുള്ള സൗഹൃദം ആവശ്യമാണ്. നമ്മുടെ ഊർജ സുരക്ഷയ്ക്ക് വളരെ ആവശ്യമാണ്. കാരണം നിലവിലെ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം എന്ന് അവസാനിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വെനസ്വേലയുടെയും റഷ്യയുടെയും ഒക്കെ എണ്ണ ഇന്ത്യക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്, സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. റഷ്യൻ എണ്ണയും നമ്മൾ വാങ്ങുന്നുണ്ട്. വെനസ്വേലൻ എണ്ണ കൂടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിപണിയിൽ തീർച്ചയായും എണ്ണവില ഇനിയും വർദ്ധിക്കും. സോ എണ്ണവില പിടിച്ചു കെട്ടാൻ വേണ്ടി നമുക്ക് ഒന്നിലധികം രാജ്യങ്ങളുമായിട്ട് ശക്തമായ വ്യാപാരം നടത്തേണ്ടത് ആവശ്യമാണ്. ഇത്തവണത്തെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റിന്റെ ഈ ഇന്ത്യ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ചൈനയേക്കാൾ പ്രാധാന്യം വെനസ്വേല ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് നൽകുന്നു എന്നതാണത്. ഇവിടെ വെനസ്വേലയുടെ ഭരണത്തിലുള്ള അമേരിക്കൻ നിയന്ത്രണം കൂടി പ്രകടമാണ്. അമേരിക്ക തന്നെയാണെന്ന് വെനസ്വേലയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചൈനയ്ക്കുള്ളതിനേക്കാൾ പ്രാധാന്യം നിലവിലെ വെനസ്വേലൻ ഭരണകൂടം നൽകുകയാണ്. സാധാരണയായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ നേതാക്കൾ ഏഷ്യൻ സന്ദർശനത്തിന് ഇറങ്ങുമ്പോൾ ചൈനയെയും ഇന്ത്യയും ഒന്നിച്ച് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ചൈനയിൽ പോയിട്ട് ഇന്ത്യയിലേക്ക് വരികയോ അതുമല്ലെങ്കിൽ അപൂർവമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ചൈനയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വെനസ്വേലൻ പ്രതിനിധി സംഘത്തിന്റെ ഏഷ്യൻ പര്യടനത്തിലെ ഏക ലക്ഷ്യസ്ഥാനം ഇന്ത്യ മാത്രമാണ്.
അവർ ചൈനയോ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളോ സന്ദർശിക്കുന്നില്ല എന്നതിലൂടെ വെനസ്വേല ഇന്ത്യയുമായിട്ട് ഒരു സവിശേഷ ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടിയാണ് തെളിയുന്നത്. മാത്രമല്ല, ഇന്ത്യയെ കൊണ്ട് വെനസ്വേലയ്ക്കും നേട്ടമുണ്ട്. വെനസ്വേലൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ഏറ്റവും അധികം കഴിയുന്ന രാജ്യം ഇന്ത്യയാണ്. വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള രാജ്യവും ഇന്ത്യയാണ്. സോ നിലവിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വെനസ്വേലയും ആഗ്രഹിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം ഇന്ത്യക്ക് അടിയന്തരമായിട്ട് എണ്ണ ആവശ്യമാണ്. വെനസ്വേലയ്ക്കാകട്ടെ അവരുടെ എണ്ണ വിൽക്കാൻ ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണിയും വേണം. ചൈന ഓൾറെഡി വെനസ്വേലയുടെ കസ്റ്റമർ തന്നെയാണ്. പക്ഷേ വെനസ്വേല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ അമേരിക്കൻ ഇൻവോൾവ്മെന്റും വളരെ പ്രധാനമാണ്. വെനസ്വേലയുടെ നിലവിലെ ഭരണകൂടത്തെ അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് വെനസ്വേലൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വളരെ മുമ്പേ തന്നെ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അറിയാം വെനസ്വേലൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് പോകുമെന്ന്. വെനസ്വേലൻ പ്രസിഡന്റ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ അമേരിക്കയുമായിട്ട് കൂടിയാലോചിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. കാരണം വെനസ്വേല ഇന്ന് നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ചൈനയുമായിട്ട് വെനസ്വേലയുടെ ബന്ധം കൂടുതൽ ശക്തമാകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് അവർക്കറിയാം. എന്നാൽ ഇന്ത്യയുമായിട്ട് വെനസ്വേലയുടെ ബന്ധം ശക്തമാകുന്നത് അമേരിക്ക ഒരു ഭീഷണിയായി കാണുന്നില്ല. അതൊരു പോസിറ്റീവ് സിഗ്നൽ ആണ്. ഇന്ത്യയോട് പലതരത്തിലും അമേരിക്കയ്ക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇന്ത്യ ശക്തിപ്പെടുന്നത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ഒക്കെ നമ്മൾ പറയുമ്പോഴും ചൈനയെ പോലെ അമേരിക്ക ഇന്ത്യയെ ഒരു ശത്രുസ്ഥാനത്ത് നിലവിൽ കാണുന്നില്ല എന്നത് നമ്മുടെ നിലവിലെ വളർച്ചയ്ക്ക് ഗുണകരമാണ്. കാരണം അമേരിക്ക നമ്മുടെ ശത്രുസ്ഥാനത്ത് കണ്ടാൽ നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം തകർക്കാൻ അവർ ശ്രമിക്കും. കാരണം ഇന്ന് അവർക്ക് അതിനുള്ള ശക്തിയുമുണ്ട്. അമേരിക്ക വിചാരിച്ചാൽ വെനസ്വേലയുടെ പ്രസിഡന്റിനെ റാഞ്ചാൻ പറ്റും, മെക്സിക്കോയെ നിയന്ത്രിക്കാൻ പറ്റും, ഒരുപാട് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അമേരിക്കയെ എതിർത്തുകൊണ്ട് ഏത് രാജ്യം ഇന്ത്യയുമായി സഹകരിക്കും? ഇന്ത്യയുടെ മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വിരളിലുണ്ടാവുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യയോ ചിലപ്പോൾ ചൈനയോ ഒക്കെ ഇന്ത്യയുമായി സഹകരിച്ചേക്കാം. ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും അതിനുള്ള ധൈര്യം കാണിക്കില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ നമ്മൾ പിണക്കുക എന്ന് പറയുന്നത് നിലവിൽ നമുക്കും അത്ര നല്ലതല്ല. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെയാണ് ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല. നിലവിൽ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഗോള സ്വാധീനം അത്ര ചെറുതല്ല. ചൈനയ്ക്കോ റഷ്യക്കോ ഒന്നിച്ച് നിന്നിട്ട് പോലും അതിനെ എന്നും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമ്മളെ തന്നെ വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. മറിച്ച് അമേരിക്കയുമായി ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ അത് മാത്രമേ വഴിയുള്ളൂ. നമുക്കറിയാം ഇവർ ചതിക്കും, ഇവർ പിന്നിൽ നിന്ന് കുത്തുന്ന കൂട്ടരാണ്. അവർക്ക് വെല്ലുവിളിയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വന്നാൽ അവിടെ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും, പണി തരാൻ നോക്കും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് അവരുമായി സഹകരിക്കുകയല്ലാതെ മറ്റു വഴികൾ നിലവിൽ നമ്മുടെ മുമ്പിലില്ല. അവരെ ശത്രു ആക്കുന്നതിനേക്കാൾ ഗുണം ഈ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും അവരുമായി സഹകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് നോക്കാം, ഇന്ത്യ അഗ്നി 6 എന്ന് പറയുന്ന ഒരു മിസൈല് നിർമ്മിച്ചു എന്നാണ് പാകിസ്ഥാനൊക്കെ പറയുന്നത്. ഇന്ത്യ ഒഫീഷ്യലായിട്ട് നിർമ്മിച്ചു പരീക്ഷിച്ചു എന്നൊന്നും എവിടെയും പറയുന്നില്ല. ബട്ട് പാകിസ്ഥാൻ പറയുന്ന ഇന്ത്യ അടുത്തിടെ അതാണ് പരീക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമേരിക്ക അതിനോട് പ്രതികരിക്കുന്നത് ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ആണ്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഇതേ അമേരിക്ക പാകിസ്ഥാനോ ഇറാനോ ചൈനയോ എന്തിന് റഷ്യയോ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ വലിയ അപകടമായി കാണുന്നുണ്ട്. അപ്പൊ ഇന്ത്യ അങ്ങനെ ഒരു ആയുധം നിർമ്മിക്കുമ്പോൾ അമേരിക്ക ഒരു ഭീഷണിയായി കാണുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് നമ്മളോട് ചൈനയോടുള്ളത് പോലത്തെ ഒരു വിരോധമില്ല എന്നതിൻ്റെയും അങ്ങനെ ഒരു ഭീതി, നമ്മൾ അമേരിക്കയെ നാളെ ആക്രമിക്കും എന്ന തരത്തിലൊരു ഭീതി ഇല്ല എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെനസ്വേല ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നത് അമേരിക്ക ഓക്കെയാണ്, എന്നാൽ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. സോ ഇന്ത്യ വെനസ്വേല റിലേഷൻ ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഒന്ന് ഇംപ്രൂവ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ മാക്സിമം യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെനസ്വേലയുമായിട്ട് നമുക്ക് ഒരു ലോങ് ടേം റിലേഷൻ ബിൽഡ് ചെയ്യാനും വളരെ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വാങ്ങാനും ശുദ്ധീകരിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനും ഒക്കെ സാധിക്കും. ഒരു പരിധി വരെ നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ എണ്ണ വില 60-ലും 70-ലും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ലോകത്ത് ആഗോളതലത്തിൽ തന്നെ എണ്ണയ്ക്കിന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എണ്ണയുടെ ഷോർട്ടേജ് അതില്ലാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നതിനെ നമുക്ക് തടയാൻ കഴിയും. വില വർധനം ഉണ്ടായാലും സാധനം കിട്ടാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് പല രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നം. പല രാജ്യങ്ങൾക്കും അവരുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ എണ്ണ കിട്ടുന്നില്ല. നമ്മളപ്പോൾ എണ്ണ ഉറപ്പ് വരുത്തുക, സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്ക് വെനസ്വേല ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.